ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ സ്കാർബ്രോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ സ്കാർബ്രോയിലോട്ട് പോകുന്ന ഓൺ ദ വേ ആണിത്. അപ്പോൾ ഞങ്ങൾ ഹൈവേ എടുത്താണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് കാഴ്ചയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ സ്കാർബ്രോ ബ്ലഫ് എന്ന് പറയുന്ന ഒരു ലേക്കിൻ്റെ ഒരു സൈഡിലോട്ടാണ് പോകുന്നത്. കുറച്ച് നേരം അവിടെ പോയി ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇവിടുത്തെ കാണാം, ആ ലേക്കാണ് ആ കാണുന്നത് കേട്ടോ. കണ്ടാൽ കടൽ പോലെ കിടക്കുകയാണ്. നമ്മളെ നാട്ടിലെ കടൽ പോലെ ഇരിക്കും, പക്ഷേ ഇവിടെ കടലില്ല, കാനഡയിൽ ലേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. അപ്പോൾ ഇത് ഒരു സ്ട്രീറ്റ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്ട്രീറ്റിൻ്റെ അവിടെയാണ് കാറ് പാർക്ക് ചെയ്തത്. അതിൻ്റെ എൻഡിലായിട്ടാണ് ലേക്ക് വരുന്നത് കേട്ടോ. പിന്നെ അമ്മയുണ്ടായിരുന്നു, അമ്മയും കൂടെ, പിന്നെ എൻ്റെ മോളും സിസ്റ്ററിൻ്റെ മോളും ശില്പയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ യങ് ഗേൾസ് ഉണ്ടായിരുന്നു. അവരുടെ സ്വിമ്മിങ്ങിനായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ആരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നതാണ്. അങ്ങനെ പതുക്കെ നമ്മൾ അമ്മയെ കൂടെ ഒക്കെ പിടിച്ച് അവിടെ കൊണ്ട് ഇരുത്തി. അപ്പോൾ അമ്മയ്ക്ക് നടക്കാൻ വയ്യ, എന്നാലും പതുക്കെ ഒന്ന് കൊണ്ടുപോയതാണ് കേട്ടോ. ഒന്ന് ഇടയ്ക്ക് എപ്പോഴും വീട്ടിലിരിക്കുകയല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് കൊണ്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ആദ്യം അമ്മയെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മരത്തിൻ്റെ ഷെയ്ഡിൽ കൊണ്ടുവന്ന് നിർത്തി. ആ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ അപ്പാർട്ട്മെൻറ്റ്സാണ് കാണുന്നത് കേട്ടോ. അതെ, അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ആക്സസ് ഉണ്ട്. അപ്പോൾ അവരെപ്പോഴും അവരുടെ ഡോഗ്സിനെയൊക്കെ കൊണ്ട് പുറത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങി കളിപ്പിക്കും കേട്ടോ. അങ്ങനെ അമ്മയെ ഒരു മരത്തിൻ്റെ ഷെയ്ഡിലൊക്കെ ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് അവിടെ ഇരുത്തി റിലാക്സ് ചെയ്തൊക്കെ ഇരുത്തിയിട്ട് ഞങ്ങൾ പതുക്കെ അവിടെയൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ട ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ്സിലുള്ളവരാണ് അവരുടെ ഡോഗിനെ കൊണ്ട് കളിപ്പിക്കാനും ഈ വെള്ളത്തിൽ ഇറക്കി കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഇരുന്നതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ കണ്ട ഒരു റോസാണ് ഇത് കേട്ടോ. ഇപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നന്നായിട്ട് ഇഷ്ടമായി, നല്ലൊരു കളറ്. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്നിങ്ങനെ എടുത്തതാണ് കേട്ടോ. വൈൽഡ് റോസാണോ എന്തോ അറിയില്ല, എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഒരുപാട് നാളിന് ശേഷമാണ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഒരുപാടായി കാരണം ഞാൻ നാട്ടിൽ മെയിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജൂണിൽ ഞങ്ങൾ തിരിച്ചു വന്നു. ജൂൺ 24 എത്തിയായിരുന്നു വീട്ടിൽ തിരിച്ച്. അതിനുശേഷം പിന്നെ ജോലിയും പോക്കും വീട്ടിലെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ അങ്ങ് പോവുകയായിരുന്നു. അപ്പോൾ ഈ സമ്മറാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ സമ്മർ ടൈമിലാണ് എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യുന്നത്. കാരണം ഇനിയിപ്പം ഓഗസ്റ്റ് നാളെ ഓഗസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഗസ്റ്റ് പകുതിയൊക്കെ ആകുമ്പോൾ തണുപ്പാവും. അതുകൊണ്ട് ഈ വർഷം വേറെ ഒന്നും നടന്നില്ല. നാട്ടിൽ പോയിട്ട് വന്നാൽ പിന്നെ ഒന്നും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നിപ്പം എല്ലാവർക്കും ഒരു ഓഫ് ഡേ കിട്ടി, എനിക്കും സിസ്റ്ററിനും ഒക്കെ കിട്ടി. അപ്പം അമ്മയും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മയും കൂടെ കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പം സിസ്റ്ററിൻ്റെ മോളും ഉണ്ടായിരുന്നു, ശില്പ ഉണ്ടായിരുന്നു കൂടെ, എൻ്റെ ഇളയ മോള് മേഘയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ 4 പേരും കൂടെ ചേർന്ന്, 5 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങി ഒന്ന് ബീച്ചിൽ വന്ന് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്ന ഇതാണ്. കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിക്കും. അങ്ങനെ ഒരുപാട് പാറക്കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേ കൂടെ നടക്കാൻ കേട്ടോ. നല്ല നിരപ്പായ പാറക്കല്ലാണ്. അപ്പം കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ, പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയയാണ്. ഒരു റഷും ഇല്ല, ഒന്നുമില്ല. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം. അങ്ങനെ ഞാനും കുറേ നേരം ഇങ്ങനെ കടലിലോട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ പാലം പോലെ ഇറക്കി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാനും കുറേ നേരം നിന്നു. നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടന്നു. ചുമ്മാതെ കുറച്ച് സമയം ചിലവാക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെ സ്പീഡ് ബോട്ട് വേണമെങ്കിൽ നമുക്ക് സ്പീഡ് ബോട്ട് എടുക്കാം. അപ്പോൾ അവിടെ റെൻ്റൽ മറ്റൊരു സ്ഥലത്ത് ഉണ്ട്, ഒരു പാർക്ക് പോലെ ഉണ്ട്. അപ്പോൾ ഈ ഗേൾസ് എല്ലാം കൂടെ ഇതിൻ്റെ മേളിൽ കയറിയിട്ട് സ്വിമ്മിങ്ങിനായിട്ട് എടുത്ത് ചാടുന്നതാണ്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടിയായി. പക്ഷേ സ്വിമ്മിങ് അറിയാവുന്ന പിള്ളേരാണ്, അതുകൊണ്ട് കുട്ടികളായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞാനും പിന്നെ സിസ്റ്ററും കൂടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു അവിടെ. അപ്പോൾ കോട്ട പോലത്തെ ഒരു വലിയൊരു ബിൽഡിങ്, അതിൻ്റെ മുകളിലാണ് കുറച്ചിങ്ങനെ ഒരു ഹിൽ സ്റ്റേഷൻ പോലെ ഉണ്ട്. ഇച്ചിരി കൂടെ അങ്ങനെ അത് കയറി വന്നപ്പോൾ തന്നെ ഓൾറെഡി തളർന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ബിൽഡിങ് കണ്ടു. അപ്പോൾ ഇവിടെ കല്യാണത്തിൻ്റെയും പ്രീ വെഡ്ഡിങ്ങിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ട് ഇവിടെ നടക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്യാറുണ്ട് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലേക്കൂടെ ഇങ്ങനെ വെള്ളം ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു വീഴുന്നുണ്ട്. മേളിലൊരു ഫൗണ്ടനുണ്ട്. ആ ഫൗണ്ടനിൽ കൂടെ വെള്ളം ഇങ്ങനെ താഴോട്ട് വീഴുന്ന സ്ഥലമാണത്. അത് ഞാൻ ശരിക്കും അങ്ങോട്ട് ക്ലോസപ്പിൽ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച്, പക്ഷേ നല്ല ഭംഗിയുണ്ട്. നമ്മൾ
എന്താ പറയുക, ബോംബെ മൂവിയിലൊക്കെ കാണുന്ന പോലെ ആ കോട്ടയുടെ മേളിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു വ്യൂ ഇല്ലേ, അതേപോലെ നല്ലൊരു വ്യൂ ആയിരുന്നു. അതിൻ്റെ മേളിൽ കയറിയപ്പം ഈ ലേക്ക് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ മേളിൽ കയറി നടന്നപ്പോൾ മേളിൽ കയറി ടയേർഡായി. ഇവിടെയാണ് ഫൗണ്ടൻ ഉള്ളത്, കണ്ടോ. ഫൗണ്ടനിൽ കൂടെ ഇങ്ങനെ വെള്ളം വീണോരിക്കും. ആ വെള്ളം താഴെ ഇങ്ങനെ ഒരു ആർച്ച് പോലെയുണ്ട്, അതിലോട്ട് വന്ന് വീഴുകയാണ് കേട്ടോ. പിന്നെ നടന്ന ക്ഷീണം കാരണം അധികം എടുത്തില്ല, മേളിൽ അങ്ങ് ഓടിക്കയറി. പക്ഷേ ഇറങ്ങിയപ്പം നമ്മൾ അറിഞ്ഞു, കാരണം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ടോ. അപ്പോൾ സൂക്ഷിച്ചിറങ്ങണം ഇങ്ങനെ. പിന്നെ ഇതൊക്കെ ഒരു സ്ട്രീറ്റിൻ്റെ വ്യൂ ആണ് കേട്ടോ. സ്ട്രീറ്റിൻ്റെ ആ എൻഡിലാണ് ഈ ലേക്ക് അങ്ങനെ. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു അതുകൊണ്ട്. കാരണം വീട്ടിലുള്ളവർക്കൊക്കെ നല്ലതാണ്, വൈകിട്ടാകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി, ലേക്കിൻ്റെ സൈഡിൽ ഇറങ്ങി കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കാമല്ലോ. അതുകൊണ്ട് ഈ സൈഡിലുള്ള വീടുകൾക്കൊക്കെ ഭയങ്കര വിലയുമാണ് കേട്ടോ, ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ നമ്മൾ വിചാരിച്ച് ഇനി തിരിച്ച് പോകാമെന്ന് വെച്ചാൽ അമ്മയും കൊണ്ട് പതുക്കെ കയറി. പിന്നെ ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് ജ്യൂസും വെള്ളവും ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയെ കുടിച്ച് കുറച്ച് അമ്മയുടെ അടുത്ത് കൂടെ കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാറിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ശില്പ കാർ എടുത്തുകൊണ്ട് വരാൻ പോയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കാറ് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇവിടുന്ന് വിടാം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഓൺ ദ വേയിൽ ഞങ്ങൾ മക്ഡൊണാൾഡ്സിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഡ്രൈവ് ത്രൂ അകത്ത് കയറിയില്ല, ഡ്രൈവ് ത്രൂ ആണ്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫ്രൈസും പിന്നെ ഉച്ച ആയതുകൊണ്ട് ഞങ്ങൾ കുറേ ഐസ്ക്രീമും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതും കൂടെ ഒക്കെ വാങ്ങിച്ച് ഞങ്ങളിവിടെ കാറ് ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് കഴിച്ചിട്ടൊക്കെ പിന്നെ ഞങ്ങൾ വിട്ടു. വീണ്ടും ഓണത്തെ വെയിൽ ഞങ്ങളൊരു ഗാർഡൻ സെൻറ്ററിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ വന്നത് ഒരു പാർക്ക് പോലത്തെ, പാർക്കെന്ന് വെച്ചാൽ ഇങ്ങനെ കുട്ടികൾക്കുള്ള ഒരു പാർക്കാണ്. അപ്പോൾ ചുമ്മാ അവിടെ ഒന്ന് നിർത്തി ഞങ്ങൾ മാത്രം, അമ്മ ഇറങ്ങിയില്ല, അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ് കാറിൽ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ഇറങ്ങി അവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഇത് ഇച്ചിരി ഇങ്ങനെ ഒരു പൊക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ലേക്കിൻ്റെ വ്യൂ ആണ് നിങ്ങളാ കാണുന്നത്. അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇത് വീണ്ടും സ്ട്രീറ്റിലൂടെ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വീടുകളുടെ ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല വിലയാണ് ഈ ലേക്കിൻ്റെ സൈഡിലുള്ള വീടുകൾക്ക്, ഭയങ്കര വിലയാണ് കേട്ടോ. ചെറിയ ചെറിയ വീടാണ്, പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള വീടുകളാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചിങ്ങനെ എടുത്തത്. അങ്ങനെ പിന്നെ അവസാനം ഞങ്ങളിതേ ബ്ലഫേഴ്സ് പാർക്ക് എന്നുള്ള ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. അതും അതിനടുത്ത് തന്നെയാണ്, എല്ലാം ഇതിൻ്റെ സറൗണ്ടിങ്ങിലൊക്കെ ആയിട്ട് തന്നെയാണ്. ഇതൊരു പാർക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്പീഡ് ബോട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ, സ്പീഡ് ബോട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്പീഡ് ബോട്ടിൽ ഇവിടുന്ന് റെൻറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള വൈറ്റ്സിനൊക്കെ ഒരുപാട് എല്ലാവർക്കും ബോട്ടുകൾ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ വൈകിട്ടാകുമ്പോഴത്തേക്കും അവരുടെ വണ്ടിയിൽ തന്നെ ബോട്ട് വെച്ച് കെട്ടി ഹോളിഡേയ്സിലൊക്കെ ഇവിടെ വരും. ബോട്ടുമായിട്ട് ഇവിടെ വന്നിട്ട് അവർ ഇതിൻ്റെ ബോട്ടിങ്ങിന് പോകും. അത് അവരുടെ ഒരു ഹോബിയാണ് കേട്ടോ. നമ്മൾ ഇപ്പം നാട്ടിലൊക്കെ നമ്മളൊക്കെ സൈക്ലിങ്ങിനും ഈ പിന്നെ റൈഡിങ്ങിനൊക്കെ പോണ പോലെ ഇവിടുത്തെ വെള്ളക്കാർക്കൊക്കെ ഇത് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അവരുടെ സ്വന്തമായിട്ട് തന്നെ ബോട്ടുണ്ട്. അപ്പോൾ അവരുടെ വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ ഹുക്ക് ചെയ്തുകൊണ്ട് അവർ വരും. ഇവിടെ വന്ന് കുറേ നേരം ഹോളിഡേയ്സിലും ലോങ് വീക്കെൻഡിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അവർ പോവും. അങ്ങനെയാണ് സാധാരണ. അപ്പം ഞങ്ങളും ഇതിൻ്റെ ഇവിടെയും ഒരു അതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ആ ബോട്ട് കണക്ട് ചെയ്യുകയാണ്, അവരുടെ വണ്ടിയുടെ ബാക്കിൽ കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. അപ്പം ഞങ്ങൾ സ്പീഡ് ബോട്ടിലൊന്നും എടുത്തില്ല, വെറുതെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം ഇങ്ങനെ വെച്ചപ്പം. ഇത് പാർക്കിംഗ് ലോട്ടിലുള്ള ഒരു ബോട്ടാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് അവർ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് കാറിൻ്റെ ബാക്കിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു, അപ്പോഴത്തേക്ക് സമയം താമസിച്ചു, കാരണം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചപ്പോൾ തന്നെ ലേറ്റായി. ഇപ്പോഴും ഏതാണ്ട് സമയം 6:30 ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഓരോ എന്ന് വെച്ചാൽ ഇതിൻ്റെ 4 വശവും, ലേക്കിൻ്റെ 4 വശവും നമുക്ക് എവിടെ വേണമെങ്കിലും വരാം കേട്ടോ. അപ്പോൾ കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അല്ല പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാഴ്ചകളൊന്നുമില്ല, ഇങ്ങനെ ഒരു ലേക്കിൻ്റെ ഒരു അരികിൽ വന്ന് കുറച്ച് നേരം ഇരുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. വല്ലപ്പോഴും കിട്ടുന്നതല്ല. ഇനിയിപ്പം വിൻ്ററൊക്കെ തുടങ്ങാറായി. അടുത്ത മാസം ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും വിൻ്റർ തുടങ്ങും. അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് പുറത്തോട്ട് അങ്ങനെ ഇരിക്കാനോ വരാനോ ഒന്നും പറ്റില്ലല്ലോ, അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സോ സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.